ചരിത്രത്തിന്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു പാവ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് നാട്ടുകാർ ചേർന്ന് ആ കുട്ടിയെ തല്ലുന്നുണ്ട്. ഇത് കണ്ട് വിക്രം ചോദ്യം ചെയ്യുകയും ആ കുട്ടിയെ വളരെ സമർത്ഥമായി രക്ഷിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് അമ്പലത്തിൽ വെച്ച് വിക്രമിനെ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുകയും ആ പെൺകുട്ടിയുടെ അമ്മ വിക്രമിന് വിവാഹാലോചനയുമായി ചെന്നെത്തുന്നത് നമ്മുടെ വേദയുടെ അടുത്താണ്. വേദ അതിനെ വളരെ രസകരമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. പിന്നീട് വിക്രം തനിക്ക് കൂട്ടിനായി തൻ്റെ കൂട്ടുകാരെ അമ്പലത്തിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നാൽ അവരെത്തുന്നത് നമ്മുടെ ശങ്കരനാരായണൻ്റെ മുന്നിലേക്കാണ്. ഈ വിശേഷത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അങ്ങനെ ശങ്കരനാരായണനും പത്മവും വേദയും വിക്രമും എല്ലാം അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് പുറത്തുനിന്നും ഒരു ബഹളം കേൾക്കുന്നത്. എല്ലാവരും പെട്ടെന്ന് തന്നെ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് പുറത്ത് ഒരാൾക്കൂട്ടം കാണുന്നത്. ശങ്കരനാരായണൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ കൂടി നിന്നിരുന്ന ഒരാൾ പറയുന്നുണ്ട്, ഇതാ കണ്ടില്ലേ, ഒരു പയ്യനാണ് ഇവൻ. കടയിൽ കയറി ഒരു പാവം മോഷ്ടിച്ചിരിക്കുന്നു. ഉടനെ തന്നെ കടയുടെ ഓണർ പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ അവൻ്റെ കയ്യിൽ, ഇത് ചെറിയ വിലയുള്ള പാവയൊന്നുമല്ല, 500 രൂപയാണ് വില. അത് തന്നെ അവൻ മോഷ്ടിച്ചു വന്നിരിക്കുന്നു. ഇത് കേട്ട് ശങ്കരനാരായണൻ ആ പയ്യൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഓ, പാവം പൊടിച്ച പയ്യനാണ്, ആകെ വിഷമിച്ച് നിൽക്കുന്നു. എങ്കിലും ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അവനിങ്ങനെ ഇട്ട് അടിക്കരുത്, നിങ്ങൾ അവനെ പോലീസിൽ ഏൽപ്പിക്കണം. എടാ ശ്രീ, നീ പോലീസിനെ വിളിക്കേ. ഉടനെ ശ്രീ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, സാർ പോലീസിനെ വിളിക്കാൻ വരട്ടെ, ഞാൻ ഇവനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ഇത് കേട്ടതും വേദ പറയുന്നുണ്ട്, എന്താ വിക്രം ഇത്, കണ്ടില്ലേ അവൻ്റെ കയ്യിൽ പാവ. അവർ പറഞ്ഞത് ശരി തന്നെയാണ്, അവരുടെ കടയിൽ നിന്നും മോഷ്ടിച്ചതാണെന്നല്ലേ പറയുന്നത്. മോഷണം നടത്തുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാണോ നീ ചെയ്യുന്നത്? എന്താ നിന്റെ ഉദ്ദേശമെന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, ആ കുട്ടി അത് മോഷ്ടിച്ചത് തന്നെയാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? മോഷ്ടിച്ചതാണെന്നിരിക്കട്ടെ, ആ കുട്ടി എന്തിനു വേണ്ടി അത് ചെയ്തു എന്നറിയണ്ടേ? ആ കുട്ടിയുടെ സാഹചര്യം കൊണ്ടാണ് കുട്ടി അങ്ങനെ ആയതെങ്കിലോ? നിനക്കെന്തറിയാം വേദേ, ഞാൻ ഇങ്ങനെ ആയിത്തീർന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ തനിയെ ഒരു ഗുണ്ടയായി തീർന്നതല്ല, എന്നെ എല്ലാവരും കൂടെ അങ്ങനെ ആക്കി തീർത്തതാണ്. അതുപോലെ ആ കുട്ടിയുടെ ഭാവിയും അങ്ങനെ ആയിത്തീരാൻ പാടില്ല. അതുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് ആ കുട്ടിയോട് ചോദിച്ചറിയാം. എനിക്കൊരു അവസരം താ എന്ന് പറയാണ്. എന്നാൽ വേദ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഒന്നും സംസാരിക്കാനില്ല. ആ കുട്ടി ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അറിയത്തില്ലേ. എന്തായാലും പോലീസ് വരട്ടെ, അവർ അന്വേഷിക്കട്ടെ, അവർ പറയട്ടെ എന്ന് പറയാണ്. എന്നാൽ വിക്രം പറയുന്നുണ്ട്, സാർ പ്ലീസ്, ഞാൻ ആ കുട്ടിയുമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് അവൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എന്താ നിൻ്റെ പേര്? അരുൺ. എന്തിനാ നീ ഈ തെറ്റ് ചെയ്തത്? അപ്പോഴാ കുട്ടി മിണ്ടാതെ നിൽക്കുവാണ്. വീണ്ടും വിക്രം ചോദിക്കുന്നുണ്ട്, നിന്നോടല്ലേ ഞാൻ ചോദിച്ചത്, നീ എന്തിനാ ഈ സാധനം കട്ടെഴുത്? നിനക്ക് ആ കടയിൽ കയറിയത് വാങ്ങിക്കാമായിരുന്നില്ലേ? എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കണ്ടില്ലേ അവർ നിന്നിട്ട് അടിക്കുന്നത്. നിന്റെ വീട്ടിൽ നിന്റെ അമ്മയും അച്ഛനൊക്കെ ഇല്ലടാ. അവർ ഈ വിവരം അറിയുന്ന സമയത്ത് അവർ എത്രമാത്രം സങ്കടപ്പെടുമെന്ന് നിനക്കറിയാവോ? ദേ ഇവർ പോലീസിനെ വിളിക്കുമെന്നാണ് പറയുന്നത്. പോലീസിനെ വിളിക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. ഉടനെ തന്നെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ചേട്ടാ പോലീസിനെ വിളിക്കരുത്, എൻ്റെ അമ്മ ഒരുപാട് വിഷമിക്കും. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയും എൻ്റെ അനിയനും മാത്രമേ ഉള്ളൂ. എൻ്റെ അനിയൻ ബുദ്ധിയില്ലാത്തൊരു കുട്ടിയാണ്. പിന്നീട് അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അനിയൻ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പാവ മേടിക്കാൻ വേണ്ടി പോയത്. ഇത് സംസാരിക്കുന്ന പാവയാണ്. ഈ പാവ ബാറ്ററി ഉള്ളതാണ്. ഇത് ഓണാക്കി വെച്ചാൽ ഏത് നേരം അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ. അത് കേൾക്കുന്ന സമയത്ത് അവൻ കരയത്തില്ല. ഞാൻ ഇതിന് വില ചോദിച്ച സമയത്ത് 500 രൂപയാണെന്ന് പറഞ്ഞു സാർ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പോക്കറ്റിൽ അവൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു 100 രൂപ എടുത്ത് വിക്രമിന് നേരെ കാണിച്ചു കൊടുക്കുകയാണ്. ഈ 100 രൂപ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അതുകൊണ്ട് എനിക്കിത് മേടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഷോപ്പിൽ നിന്നും ഞാനിത് എടുത്തുകൊണ്ട് ഓടിയതെന്ന് പറയുവാണ്. ഇത് കേട്ടതും എല്ലാവർക്കും വിഷമാവാട്ടോ. അവൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് സത്യാവസ്ഥ മനസ്സിലാകുന്ന സമയത്ത് എല്ലാവർക്കും അല്പം വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ ശ്രീ പറയുന്നുണ്ട്, എന്തായാലും പോലീസ് വരട്ടെ, കട്ടത് തന്നെയാണ്. ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, അവൻ പറയട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടിയോട് പറയുന്നുണ്ട്, ശരി, ഇനി ഒരിക്കലും നീ ഇത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടി, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം,
പോലീസിനെ വിളിക്കരുത്, പോലീസുകാർ എന്നെ കൊണ്ടുപോയാൽ എൻ്റെ അമ്മയ്ക്ക് ആരുമില്ല എന്ന് പറയാണ്. ഇല്ല, പോലീസിനെ ആരും വിളിക്കത്തില്ല എന്ന് പറയാണ്. ആ കുട്ടി പെട്ടെന്ന് തന്നെ ആ പാവയെടുത്ത് ആ ഷോപ്പിൻ്റെ ഓണർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാർ എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ ഒരിക്കലും ഈ തെറ്റ് ചെയ്യത്തില്ലെന്ന് പറയുന്നു. എന്നാൽ ആ ഓണർ ആ പാവ വാങ്ങിക്കുന്നില്ല. ഇത് നിൻ്റെ അനിയന് കൊടുത്തേക്ക് എന്ന് പറയാണ്. എന്നാൽ വിക്രം പറയുന്നുണ്ട്, അത് വേണ്ട സാർ, സാർ മേടിച്ചോളൂ, അവൻ തിരിച്ചു തരുന്നതല്ലേ എന്ന് പറയുമ്പോൾ വേണ്ട, എനിക്കത് വേണ്ട, അവൻ്റെ അവസ്ഥ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്ന് പറയാണ്. വിക്രം പെട്ടെന്ന് തന്നെ തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു 500 രൂപ എടുത്ത് ആ ഓണർക്ക് നീട്ടുന്നുണ്ട്, ഷോപ്പ് ഓണർക്ക് നീട്ടുവാണ്. ഷോപ്പ് ഓണർ വേണ്ട എന്ന് പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് സാർ, അത് മേടിച്ചോളൂ എന്ന് പറയാണ്. അങ്ങനെ അയാൾ ആ 500 രൂപ മേടിച്ച് പോകുന്നുണ്ട്. വിക്രം ആ പാവയെടുത്ത് ആ പയ്യൻ്റെ കയ്യിൽ കൊടുക്കുവാണ്. ആ പയ്യൻ പോകാൻ നേരം വിക്രമിനോട് പറയുന്നുണ്ട്, ചേട്ടാ ഞാൻ ചേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ, ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താടാ വാ എന്ന് പറഞ്ഞ് വിക്രം നെഞ്ചു വിരിച്ച് 2 കൈയും ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ്. ആ കുട്ടി ഓടി വന്ന് വിക്രമിനെ കെട്ടിപ്പിടിച്ച് വിക്രമിൻ്റെ കവിളിലൊരു ഉമ്മ കൊടുക്കുകയാണ്. ഇത് കണ്ട് പത്മയ്ക്കും വേദയ്ക്കും ഒക്കെ സന്തോഷമാവുകയാണ്. പിന്നീട് ആ പാവയുമായി ആ കുട്ടി അവിടെ നിന്നും പോവുകയാണ്. നമ്മുടെ പത്മവും മുത്തശ്ശിയും കൂടി വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വിക്രം നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? ആ പയ്യനെ കണ്ടപ്പോൾ പയ്യൻ നിരപരാധിയാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിക്കുകയാണ്. ഉടനെ വിക്രം പറയുന്നുണ്ട്, അമ്മേ എനിക്കറിയാം, അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എൻ്റെ ചെറുപ്പമാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ട ഒരാളാണ്. അതുപോലെ ആ പയ്യൻ്റെ ഭാവി നശിക്കാൻ പാടില്ല. അവൻ ഈ പ്രായത്തിൽ ജയിലിൽ കിടന്നാൽ ആ ജയിലിലുള്ള കുറ്റവാളികൾ ഇവനെ കൂടി ഒരു കുറ്റവാളിയാക്കി തീർക്കും, അവനായിത്തീരും. അങ്ങനെ അവൻ്റെ അമ്മയ്ക്ക് ഒരു ആശ്രയമില്ലാതെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവനെ രക്ഷിച്ചെടുത്തതെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ എല്ലാവരും അമ്പലത്തിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട്. അമ്പലത്തിൽ ഒരുപാട് വിശേഷങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇവരുടെ വക ഓരോ പൂജകളൊക്കെ നടത്തുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പത്മവും വേദയും നമ്മുടെ ദീപ്തിയും എല്ലാവരും ഓടി നടന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിക്രമും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അവിടെ ഒരു പെൺകുട്ടി വിക്രമിനെ ശ്രദ്ധിക്കുന്നത്. വിക്രമിനെ കണ്ട് ഇഷ്ടപ്പെടുവാണ്. ഒരുപാട് നാളായി ആ പെൺകുട്ടിക്ക് വിവാഹാലോചനകളൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുന്നു. ആ ഒരു പയ്യൻ വന്നാലും ആ പെൺകുട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ അമ്മയുടെ അടുത്ത്, ആ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്ത് പെൺകുട്ടി പറയുന്നുണ്ട്, അമ്മേ എനിക്ക് ആ പയ്യനെ ഇഷ്ടമായി, അമ്മ ഒന്ന് അന്വേഷിക്കാവോ എന്ന് ചോദിക്കുക. ഉടനെ തന്നെ ആ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. അമ്മ പറയുന്നുണ്ട്, മോളെ ഇപ്പോഴെങ്കിലും ഒരുത്തനെ നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ, ഞാൻ അന്വേഷിക്കാം, എനിക്കെന്തായാലും സന്തോഷമായി, ഇപ്പോഴെങ്കിലും നിനക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞല്ലോ, ഞാൻ അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പത്മത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഉടനെ തന്നെ പത്മം ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത് കണ്ട് പത്മം എന്താ എന്നെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു. ഉടനെ തന്നെ പത്മത്തോട് ചോദിക്കുന്നുണ്ട്, ദേ കണ്ടോ ആ പയ്യനെ എൻ്റെ മോൾക്ക് ഒരുപാട് ഇഷ്ടമായി, വിവാഹം കഴിച്ചാമെന്ന് കൊള്ളാമെന്നുണ്ട്. എൻ്റെ മോള് ഒരുപാട് വിവാഹാലോചനകൾ എൻ്റെ മോൾക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അവരെയൊന്നും എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ പയ്യനെ കണ്ട പാടെ എൻ്റെ മോൾക്ക് ഇഷ്ടമായി. അപ്പോൾ എൻ്റെ മോളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് അറിയാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയാണ്. ഇത് കേട്ടതും പത്മക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ഈ വിവരം കേട്ട് നമ്മുടെ വേദ ഞെട്ടി ഈ സ്ത്രീയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഈ സ്ത്രീയുടെ മകളെയും വേദ കാണുന്നുണ്ട്. രണ്ടുപേരെയും കണ്ട് വേദയ്ക്ക് ചിരിയാണ് വരുന്നത്. എന്നാൽ പത്മത്തിന് ഒരുപാട് വിഷമാവുക. തൻ്റെ മകൾ ഈ വിവരം കേട്ടതുകൊണ്ട് മകൾക്ക് സങ്കടം വരുമോ വിഷമം വരുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പത്മം നിൽക്കുന്നത്. എന്നാൽ വേദയാണ് മറുപടി പറയാൻ പോകുന്നത്. ഞാൻ പറയാം എന്ന് പറയുമ്പോൾ പത്മം പറയുന്നുണ്ട്, വേണ്ട മോളെ, ഞാൻ പറഞ്ഞയച്ചോളം ഇവരെ എന്ന് പറയാം. അമ്മ ഒന്നും മിണ്ടാതിരിക്കേ, അവർക്ക് എന്താ അറിയേണ്ടത്, നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് വേദ. അല്ല, ആ പയ്യന് ഞങ്ങൾ വിവാഹാലോചനയുമായി വന്നതാണ്, ആ പയ്യൻ്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട്, വിവരങ്ങൾ പറയാനുള്ള ഏറ്റവും അർഹയായ വ്യക്തി ഞാൻ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്ന് പറയാണ്. ഇത് കേട്ടതും ആ സ്ത്രീയും മകളും ഞെട്ടുന്നുണ്ട്.
വേദ വിക്രമിനെ തൻ്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. വിക്രം ഒന്നിങ്ങോട്ടേക്ക് വന്നേ. ഇത് കേട്ടിട്ട് വിക്രം ഓടി വരികയാണ്. എന്താ വേദേ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഇവർക്കൊരു കാര്യം അറിയണം, നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇവർക്ക് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തേക്ക് എന്ന് പറയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ സ്വാഭാവികമായും വീണ്ടും പറയുന്നുണ്ട്, ഇവരും ഞാനും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. എന്താ വേദേ നീ എന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുകയാണ് നമ്മുടെ വിക്രം. അല്ല, ഇവരുടെ മകൾക്ക് വേണ്ടി നിനക്ക് ആലോചനയുമായി വന്നതാണ് എന്ന് കേൾക്കുമ്പോൾ വിക്രമിന് ചിരിയാണ് വരുന്നത്. ആണോ, അങ്ങനെയാണോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ സ്ത്രീ രണ്ടുപേരെയും ഇങ്ങനെ മാറി മാറി നോക്കുകയാണ്. ഇത് കണ്ടിട്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഇനിയും തെളിവ് വേണേ നിങ്ങൾക്ക്? വേണമെങ്കിൽ എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി കണ്ടോ, ഇത് ഇദ്ദേഹം എൻ്റെ കഴുത്തിൽ കെട്ടിയതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ഉടനെ തന്നെ അവരെ അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ശരി വേദ, ഞാൻ അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞ് വേദ വിക്രം ആ പെൺകുട്ടി നിൽക്കുന്ന വഴിയിലേക്ക് തിരിയുവാണ്. ഉടനെ വേദ പറയുന്നുണ്ട്, ദേ വിക്രം, അങ്ങോട്ടേക്കല്ല പോകേണ്ടത്, നീ വന്ന വഴി ആ വഴിയാണ്, അങ്ങോട്ടേക്ക് പോ എന്ന് പറഞ്ഞ് തിരിച്ചു വിടുകയാണ് വിക്രമിനെ. വിക്രം അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും തൻ്റെ ഫ്രണ്ട്സ് വരുന്നത് വിക്രം കാണാണ്. പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. വിക്രമിനോട് അവർ ചോദിക്കുന്നുണ്ട്, രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി വിക്രം, നീ എന്തിനാ ഞങ്ങളോട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? ഇത് കേട്ടിട്ട് വിക്രം പറയുന്നുണ്ട്, അത് നമ്മുടെ ശങ്കരൻ സാറാണ്, ജഡ്ജി സാറില്ലേ, അദ്ദേഹത്തിന് എന്തോ ആപത്ത് വരാൻ പോകുന്നു. ഞങ്ങളിങ്ങനെ വരുന്ന അവരുടെ വീട്ടിൽ വെച്ചും ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചുമൊക്കെ അവരുടെ അടുത്തേക്ക് ആയുധധാരികളായ 2-3 പേര് വരികയും അദ്ദേഹത്തെ ആക്രമിക്കാൻ നോക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. പക്ഷേ എനിക്ക് എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് നിങ്ങളെ കൂടി അദ്ദേഹത്തിനെ വാച്ച് ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചതെന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ രാജേട്ടൻ പറയുന്നുണ്ട്, വിക്രം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, ആദ്യം നീ ഭക്ഷണം എന്തെങ്കിലും മേടിച്ചതാ, എന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ആലോചിക്കാൻ പോലും പറ്റത്തുള്ളൂ, അത്രയ്ക്ക് വിശപ്പുണ്ടെന്ന് പറയുകയാണ്. ഉടനെ തന്നെ വിക്രം പറയുന്നുണ്ട്, ദേ ഇവിടെ അടുത്തൊന്നും ഒരു ഹോട്ടലില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് വിക്രം പറയുന്നത്, ദാ ഇവിടെ ഒരു അന്നദാനം നടക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഇരുത്തി ഭക്ഷണം മേടിച്ചു കൊടുക്കുവാണ്. ഇതിനിടയിലാണ് നമ്മുടെ ശങ്കരനാരായണൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ശങ്കരനാരായണൻ പെട്ടെന്നാണ് വിക്രമിൻ്റെ ഫ്രണ്ട്സിനെ കാണുന്നത്. അദ്ദേഹത്തിന് ദേഷ്യം വരുവാണ്. രാജേട്ടൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? അതെന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണ്. പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണെന്നോ? നിങ്ങളെന്താ എന്നെ പൊട്ടനാക്കുവാണോ? അവൻ വിളിച്ചിട്ട് വന്നതല്ലേ? നിങ്ങൾ ഇവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നതാണല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ടാണ് ഇനി ഈ അമ്പലത്തിൽ വന്നത്. ഞങ്ങൾ ഇവിടെ ഒരു വിശേഷത്തിന് വന്നതാണ്. ഇവിടെ വന്ന് ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ ഉദ്ദേശമല്ലേ? അവനെ ഞാൻ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പത്മത്തിൻ്റെയും വേദിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്നതും ഇവരോട് വിവരം പറയുന്നുണ്ട്. ദേ വേദേ, നിന്റെ ഭർത്താവിനോട് മര്യാദയ്ക്ക് നിന്നോളാൻ പറഞ്ഞേക്കണം. അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. അവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊന്നും പോരാഞ്ഞിട്ട് ഇനി ഇവിടെ പ്രശ്നങ്ങൾ വരുത്താൻ വേണ്ടി അവൻ ഇങ്ങോട്ടേക്ക് അവരെ വലിച്ചിരിക്കുന്നത്. എന്താ ഇതിൻ്റെ വല്ല ആവശ്യം അവനക്കുണ്ടോ? ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് നമുക്ക് സമാധാനത്തിൽ അങ്ങ് പിരിഞ്ഞാൽ പോരെ? എന്തിനാ അവനെ ഇവിടെ അവരോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ വേദ പറയുന്നുണ്ട്, അച്ഛനൊന്ന് ക്ഷമിക്കേ, അവരത്ര പ്രശ്നക്കാരൊന്നും അല്ല, അവർ വേറെ വല്ല ആവശ്യത്തിനും ഇവിടെ വന്നതായിരിക്കും, വിക്രം വിളിച്ചിട്ടൊന്നും വന്നതായിരിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ വേദ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അക്കാര്യം പറഞ്ഞത്. വേദ പതുക്കെ എഴുന്നേറ്റ്, ഞാനിതാ വരുന്നു അമ്മേ, ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് അന്നദാനം നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴാണ് വിക്രം അവിടെ നിന്ന് ഇവരെ ഊട്ടുന്നത് കാണുന്നത്. അത് ശരി, നിങ്ങൾ ഇവിടെയും എത്തിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് രാജേട്ടൻ ചോദിക്കുന്നത്, അതെന്താ വേദ നീ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? ഇവിടെ വരാൻ പാടില്ലെന്ന് പറഞ്ഞില്ല, പക്ഷേ ഇപ്പോൾ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? അത് ശരി, ഇതൊരു അമ്പലമല്ലേ, ഞങ്ങൾ തൊഴാൻ വേണ്ടി വന്നത്. ഞങ്ങളിവിടെയുള്ള കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങളിവിടെ തൊഴാൻ എത്തിയെന്നോ? ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. ദേ വിക്രം, നീയല്ലേ ഇവരോട് വരാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ വിക്രം ഒന്നും അറിയാത്ത മട്ടിൽ പാവത്താനെ പോലെ നിൽക്കുവാണ്. ഞാനൊന്നും അറിഞ്ഞില്ല വേദേ, ദേ ഇവിടെ വെച്ച് കണ്ടപ്പെടാ, ഞാൻ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വരുത്തിച്ചെടുത്ത് ഭക്ഷണം കൊടുത്തു എന്ന് മാത്രം, ഞാനതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് വിക്രം പറയുന്നുണ്ട്. വേദ രാജേട്ടനോട് പറയുന്നുണ്ട്, ദേ രാജേട്ട, ഭക്ഷണം കഴിച്ച് തൊഴുത് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോയിക്കൊള്ളണം, ഇവരുടെ കൂട്ടത്തിൽ കൂടരുത് കേട്ടോ. വിക്രം, എൻ്റെ വിക്രമുണ്ടല്ലോ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായി ഇപ്പോൾ ജീവിക്കുക, ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് സത്യം ചെയ്തു തന്നതുപോലെ ഒരു തല്ലിനോ ഒരു ഗുണ്ടായുസത്തിനോ ഒന്നും പോവാതെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുകയാണ്. ഇത് കേട്ടത് രാജേട്ടൻ ചിരിക്കുകയാണ്. ഓ അങ്ങനെയാണോ? ഞങ്ങൾക്കറിയാത്തൊരു നല്ല മനുഷ്യൻ,
ദേ രാജേട്ടാ, മിണ്ടാതെ വായ്പൂട്ടി ഇരുന്നോളണം. അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ വായ്പൂട്ടി ഇരുന്നാ എങ്ങനെ ഭക്ഷണം കഴിക്കും വേദേ? ഇത് കേട്ടിട്ട് വേദ പറയുന്നുണ്ട്, ഓ ഒരു വളിച്ച തമാശ, എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോക്കോണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് വേദ. പിന്നീട് വിക്രം ഒരു പാക്കറ്റ് സ്നാക്സ് മേടിച്ചുകൊണ്ട് വന്ന് അത് കഴിക്കുന്ന നേരത്ത് തനിക്ക് ഓപ്പോസിറ്റായി നിന്ന് ഒരു പെൺകുട്ടിയെ താൻ അവനോട് ചിരിക്കുന്നത് കാണുകയാണ്. വിക്രം ഇത് കഴിക്കുന്നതിന് ഇടയിൽ പെട്ടെന്ന് കാണുന്നതാണ്. വിക്രം ചിരിക്കുന്നുണ്ട്. പിന്നീട് വിക്രം അത് മൈൻഡ് ചെയ്യുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞതും വിക്രം അങ്ങോട്ട് നോക്കുന്ന സമയത്ത് ആ പെൺകുട്ടി അപ്പോഴും വിക്രമിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിക്രം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഏയ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിക്രമിനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദ പെട്ടെന്നാണ് ഇത് കാണുന്നത്. എന്നാൽ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം എൻ്റെ കയ്യിൽ നിന്ന് ഇടി കിട്ടുമെന്ന് പറയാണ് ആംഗ്യ ഭാഷയിൽ. ഒരുപാട് ദൂരത്ത് നിന്നാണ് വേദ ഇത് കാണുന്നത്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വേദ. എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, നിന്റെ 2 കണ്ണും ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്ന്, മര്യാദയ്ക്ക് പോയിക്കോ അവിടെ നിന്നും, എൻ്റെ ഭർത്താവിനെ നോക്കി നിൽക്കാതെ എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് വിക്രം ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ പെൺകുട്ടി അവിടെ നിന്നും പോവാണ്.